കൂട്ടുകാരെ, നാം എല്ലാവർക്കും ഈ കാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം എന്തെന്ന് പറയാമോ? അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ ഇല്ലാതെ ഭക്ഷണമില്ലെങ്കിൽ പോലും മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു നിമിഷം ആർക്കും പറ്റില്ല. ഫോൺ വേണം. നമുക്കിപ്പോൾ കഴിക്കുന്നതിന് പോലും നമുക്ക് ഫോൺ തന്നെ വേണം. അത് കുട്ടികളായാലും ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും പ്രായം ചെന്നവരായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഉൽപ്പത്തിയിൽ കുറേ കാര്യങ്ങളുണ്ട്. ഫോണിന് മുമ്പ് തന്നെ ഫോണിൻ്റെ ഉപയോഗം പോലെ തന്നെ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മൊബൈൽ ഫോണിലേക്ക് വരാം. നമുക്കാദ്യം സെല്ലുലാർ ഫോണിലേക്ക് വരാം. 2 പേർക്ക് അന്യോന്യം സംസാരിക്കാൻ കഴിയുന്ന ഒരുതരം റേഡിയോ ആണ് യഥാർത്ഥത്തിൽ ഈ മൊബൈൽ ഫോൺ. ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ സ്റ്റേഷനുകളെ, അതായത് ബേസ് സ്റ്റേഷൻ എന്ന് പറയും, അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ സ്റ്റേഷനുകളെ സെൽ എന്ന് പറയുന്നതിനാലാണ് ഈ ഫോണുകൾക്ക് സെല്ലുലാർ ഫോൺ എന്ന് പേര് വന്നത്. അതേപോലെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു ഉപകരണം എന്ന രീതി, അല്ലെങ്കിൽ എന്ന ഫോൺ എന്നതിനാലാണ് മൊബൈൽ ഫോൺ എന്ന പേരും ലഭിച്ചത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ഫോണിൽ വരുന്ന കോളുകൾ ഒരു ബേസ് സ്റ്റേഷനിൽ നിന്നും മറ്റൊരു ബേസ് സ്റ്റേഷനിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ യാത്ര ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ കൂടെ പറയാം റേഞ്ചിലല്ല എന്ന് പറയില്ലേ, അത് തന്നെ. എന്നാൽ ഇന്ന് കാണുന്ന ഈ മൊബൈൽ ഫോണിൻ്റെ ആ രൂപം, അതിൻ്റെ പ്രവർത്തനം, ഇതിന് ആദ്യകാലത്ത് മറ്റ് ചില പേരുകളിലും ചില രൂപങ്ങളിലുമായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അത് ഓരോന്നും കണ്ടുപിടിക്കുന്ന കാലത്തെ പോലെയല്ലല്ലോ. ഏതൊരു കാര്യവും നമ്മൾ കണ്ടുപിടിക്കുന്ന ആ സമയത്തെ പോലെയല്ല. അത് കുറേ പഠനങ്ങൾക്ക് ശേഷം, അല്ലെ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും അതിൻ്റെ ഉപയോഗത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അമേരിക്കൻ എഞ്ചിനീയർ ആയ മാർട്ടിൻ കൂപ്പർ എന്ന ആളാണ് മൊബൈലിൻ്റെ പിതാവ് എന്ന് പറയപ്പെടുന്നു. അപ്പം മൊബൈലിൻ്റെ ഇന്നത്തെ രൂപത്തിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് ഈ സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമുണ്ട്, വോക്കി ടോക്കി. ഇന്നും അത് വോക്കി ടോക്കി എന്ന് പറയും. ഇന്നും അത് നമ്മുടെ പോലീസ് ഫോഴ്സിൻ്റെ കയ്യിലുമൊക്കെ കാണാറുള്ളൊരു സാധനമാണ്. ആധുനിക പേജറിൻ്റെയും, അപ്പോൾ പേജറിലേക്കൊക്കെ നമുക്ക് വരാം. പേജറിൻ്റെയും സെൽഫോണിൻ്റെയും എല്ലാം മുൻഗാമി എന്ന് പറയാവുന്ന ഉപകരണമാണ് ഈ വോക്കി ടോക്കി. പേര് സൂചിക്കും പോലെ തന്നെ സഞ്ചാരത്തിനിടയിൽ സന്ദേശം കൈമാറാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇതും. അതായത് പട്ടാളക്കാരായാലും പോലീസുകാരായാലും ഒക്കെ അവരാണ് കൂടുതലും ഈ വോക്കി ടോക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഫോണിൻ്റെ മറ്റൊരു, അതായത് ആദ്യകാല രൂപമാണ്. ഇന്നും ഉണ്ട് എങ്കിൽ പോലും ആദ്യകാല രൂപമാണ് ഈ വോക്കി ടോക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സൂചിപ്പിച്ച പോലെ തന്നെ പേജർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പേജർ അത് റേഡിയോ സ്റ്റേഷൻ്റെ പ്രത്യേക നെറ്റ്വർക്കുകളുടെ സഹായത്തോടെ ഒരു നിശ്ചിത ആവൃത്തിയിൽ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാണ് പേജറുകൾ. അത് നമ്മൾ സ്ഥിരമായിട്ട് മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ പേജറുകൾ ഉപയോഗിച്ചിരുന്നു. ഒരുപാട് അകലെയല്ലാത്ത കാലങ്ങളിൽ തന്നെ നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഈ ഉപകരണത്തിലെ ഡയലിൽ ലഭിക്കുന്ന സന്ദേശം മെസ്സേജുകൾ മാത്രമാണ്. അവിടെ കോളുകളല്ല, മെസ്സേജുകളാണ് വരുന്നത്. പേജറിൽ കൂടി നമുക്ക് സന്ദേശം സ്വീകരിക്കാൻ മാത്രമേ കഴിയുള്ളൂ, തിരിച്ചയക്കാൻ പറ്റില്ല. ഈ യന്ത്രങ്ങളുടെയൊക്കെ കണ്ടുപിടുത്തത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് വീഡിയോ ഫോൺ എന്ന പേരിൽ ഉള്ള കണ്ടുപിടുത്തം. ശബ്ദത്തിൻ്റെ സിഗ്നലുകൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മറ്റൊരിടത്തേക്ക് അയക്കാനുള്ള ശ്രമത്തിൻ്റെ പരിസമാപ്തിയാണ് ഈ ടെലിഫോണിൻ്റെ കണ്ടുപിടുത്തം. ശബ്ദം ഇങ്ങനെ അയക്കാമെങ്കിൽ എന്തുകൊണ്ട് സംസാരിക്കുന്ന ആളിൻ്റെ ചിത്രവും അയച്ചുകൂടാ എന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരുടെ ചിന്തയുടെ ഫലമായാണ് ഈ വീഡിയോ ഫോൺ പിറവിയെടുത്തത്. വീഡിയോ കോൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, വീഡിയോ കോളിന് മുമ്പ് തന്നെ ഈ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലൂടെ നമ്മുടെ രൂപം കൂടെ കണ്ടിരുന്നതാണ് വീഡിയോ ഫോൺ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. എല്ലാം ഓരോരോ ക്യൂരിയോസിറ്റി, ഓരോരോ ജിജ്ഞാസയുടെയും കണ്ടുപിടിക്കാനുള്ള ആ ഒരു ത്വരയുടെയും പേരിലാണ് ഓരോ കണ്ടുപിടുത്തങ്ങളും ഇന്ന് ഭൂമിയിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോ ഫോണും നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സെല്ലുലാർ ഫോണിൻ്റെ ഒരു വഴിയിലേക്ക് വഴി തുറന്ന, വെളിച്ചം വീശിയ ഒരു ഉപകരണമാണ് വീഡിയോ ഫോൺ. ഇനി നമുക്ക് യഥാർത്ഥ ഫോണിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ പണ്ടൊക്കെ ഇന്നത്തെ മൊബൈൽ ഫോൺ പോലെയല്ല സെല്ലുലാർ ഫോണുകൾ. ചെറിയൊരു ആൻറ്റീനയൊക്കെ ഘടിപ്പിച്ച ചെറിയൊരു ഫോൺ, അതിൽ ബേസ് മോഡ് എന്നൊക്കെ ഇപ്പം നമ്മൾ പറയുന്നില്ല, ബേസ് മോഡിൻ്റെ മറ്റൊരു രൂപം. അതിലേക്ക് നമുക്ക് വരാം.
ഇന്ന് ലോകത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, അത് വാണിജ്യമായാലും മറ്റെന്ത് ഇടപാടുകൾ നടന്നാലും അതിൻ്റെ ആ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സെല്ലുലാർ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് നല്ലൊരു പങ്കുണ്ട് അല്ലേ? ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു ഇലക്ട്രോണിക് സാധനമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഫോൺ കമ്പനികൾ തന്നെ വളരെയധികം മത്സരത്തിലാണ് അല്ലേ? ഏതൊക്കെ തരത്തിൽ, എത്ര GB, എത്ര MB, അങ്ങനെ അത് ആ ഒരു കച്ചവടത്തിൽ ഭയങ്കര മത്സരമാണ്. അപ്പോൾ ഓരോ ഫോണും എനിക്ക് തോന്നുന്നു 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിൽ കൂടുതൽ അതിൻ്റെ ഒരു നിൽക്കുന്നില്ല. അപ്പോഴത്തേക്കും അതിന് അപ്പുറമുള്ള കാര്യങ്ങൾ അടങ്ങിയ ഫോണുകൾ ഇങ്ങനെ മൊബൈൽ ഫോണുകൾ ഇങ്ങനെ വിപണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ഫോണിലേക്കൊന്ന് നോക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ.